എന്നോടൊപ്പം അർജുൻ്റെ ബന്ധു ജിതിൻ ചേരുന്നുണ്ട്. ജിതിൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് 100 മീറ്ററോളം ദൂരത്തിലെ മണ്ണ് മാറ്റിയാലേ അവിടത്തേക്ക് എത്താൻ കഴിയൂ എന്നല്ലേ. നിങ്ങൾക്ക് എന്താ ഇപ്പോൾ പറയാനുള്ളത്? 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഇവർ പറഞ്ഞൊരു 100 മീറ്റർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ കണ്ടിട്ട് 100 മീറ്റർ ഇല്ല, പക്ഷേ ഇവരോട് സാങ്കേതികത്തായിരിക്കും. എത്ര ഉണ്ടെന്ന് എനിക്ക് അത്ര ഉറപ്പായി പറയാൻ പറ്റില്ല. 100 മീറ്റർ ഇല്ല, എൻ്റെ അറിവിലൊരു 100 മീറ്റർ ഇല്ല, എന്നാലും ഉണ്ട്, മണ്ണുണ്ട്. ഇപ്പൊ ഇത്ര കൊണ്ട് 200 മീറ്ററോളം മണ്ണ് മാറ്റിയെന്ന് പറഞ്ഞു. ഈ 100 മീറ്ററോട് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഈ മണ്ണ് എടുത്തു മാറ്റിയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ അത് ദുഷ്കരം തന്നെയാണ്. അതിൽ നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നും നാളെയും കൂടി കിട്ടുമോ എനിക്കറിയില്ല. അവൻ്റെ വണ്ടി എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗം മണ്ണെടുക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഈ GPS കിട്ടിയ സ്ഥലത്ത് കൃത്യമായി പോയി നോക്കുക. അതോ അല്ലെങ്കിൽ ഇപ്പം റഡാർ സിസ്റ്റം എന്തോ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ, അങ്ങനെ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവനെ കിട്ടും. നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവിടെയുള്ളവർക്ക് അതൊരു സീരിയസ്നെസ് ബോധ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇന്നലെ ഉച്ചവരെ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ പോലീസ് ഇപ്പോൾ നിങ്ങൾക്ക് ഔദ്യോഗികമായി എന്തെങ്കിലും ഇന്നലെ പറഞ്ഞത് കുടുംബത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ടോ അവർ? ഇല്ല, അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ SP സാറെ വിളിച്ചിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പം. അപ്പോൾ പുള്ളി പറഞ്ഞ ജസ്റ്റ് വെയിറ്റ് ഫോർ മീ എന്നാണ് പറഞ്ഞത്. ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം. SP വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാൻ കഴിയുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ അവിടെ നടക്കുന്നത് എന്താണെന്ന് ബോധ്യപ്പെടുമെന്നാണോ? ബോധ്യപ്പെടും, അത് അങ്ങനെ തന്നെയുള്ളൂ. അത് ഞാൻ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ഞങ്ങളെല്ലാവർക്കും തന്നെ. ഇപ്പോൾ ഔദ്യോഗികമായി പോലീസുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരമാണ് ഇതൊക്കെ, ഈ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അത് നമുക്ക് അവിടെ അങ്ങനെ ഇപ്പം നടക്കുന്ന കാര്യം അറിയില്ല. ഞങ്ങൾ അപ്പുറ സൈഡായിരുന്നു ഈ അപ്ഡേഷൻ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. കുംത സൈഡിൽ പോയിട്ട് ഇവിടുന്ന് ഒരു 10-30 കിലോമീറ്റർ ചുറ്റി അങ്ങോട്ട് പോകണം. അപ്പുറ സൈഡ് പോകുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പിക്ചർ കറക്റ്റ് കിട്ടുള്ളൂ. ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും വരാറുണ്ടായിരുന്നു, ഇവിടുന്ന് കടത്തി വിട്ടില്ല. ഇതിന് ഇപ്പോൾ സംയുക്തമായി തെരച്ചിൽ നടത്തുന്നതാണ് പറഞ്ഞത്. SDRFന്റെ വാഹനങ്ങളാണ് പോയി കണ്ടത്. SP-യെ ഫോണിൽ ബന്ധപ്പെട്ട സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞില്ല. SP പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളോട്ട് പങ്കുവെക്കാൻ പറ്റും? ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് വെയിറ്റ് ഫോർ മീ എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ച സമയത്തോ? ഇന്നലെ തിരച്ചിൽ അവസാനിപ്പിച്ചത് മുന്നേ 1-2 മണിക്കൂർ മുന്നേ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അവർ ഇറങ്ങിയിട്ടുണ്ട്. 9 മണി വരെ എടുത്തു എന്നാണ് പറയുന്നത്. കളക്ടർ അറിയാൻ പറ്റിയത് 9 മണി വരെ ഇവിടെ 9 വരെ നമ്മളോടും പറഞ്ഞത്. അതുവരെ ജോലി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ കാണിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിവരം തന്നെയാണല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ റഡാർ സംവിധാനം അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത് അല്ലേ? നമുക്ക് ഇപ്പോൾ അത് വിശ്വസിച്ചേ പറ്റുള്ളൂ, അതിലെ വിശ്വസിക്കേ പറ്റുള്ളൂ. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബത്തിൻ്റെ ആശംസ അവിടെ കണ്ണാടിക്കൽ നിന്ന് കുടുംബാംഗങ്ങളുടെ ഭാര്യയുടെ ഉൾപ്പെടെ പ്രതികരണം, അച്ഛൻ്റെ ഉൾപ്പെടെ പ്രതികരണം ലഭ്യമാക്കിയതാണ്. ജിതിൻ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥലത്തേക്ക് വന്നതാണ്. ഒരു പ്രതീക്ഷയിൽ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വരെ മാത്രമേ ആളുകളെ ഇപ്പോൾ കടത്തി വിടുന്നുള്ളൂ എന്നുള്ളതാണ്. പോലീസ് ബാരിക്കേഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. SP